ഹായ് ഫ്രണ്ട്സ്, മലയാളം വീട്ടിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസാകുന്ന സിനിമകളും സീരീസുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ കൂടുതൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസിലാണ് നോക്കാം. അത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദനൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു ആക്ഷൻ തലഭാഗത്തുള്ള ഒരു തമിഴ് മൂവിയായിരുന്നു ബ്ലാസ്റ്റ് എന്നാണ് സിനിമ. നെറ്റ്ഫ്ലിക്സ് വഴി തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷയായിട്ട് പോകുന്നത് അവൈലബിൾ ആണ്. കാണുന്ന എക്സ്പ്ലെയിൻ നോക്കാനാണ്. അടുത്ത നമ്മുടെ മാത്യു തോമസ് പ്രധാന വേഷം കൈകാഴ്ച ഒരു റൊമാൻറ്റിക് സ്പോർട്സ് ഡ്രാമ ഭാഗത്തുള്ള സിനിമയായിരുന്നു കപ്പ് എന്നാണ് സിനിമ. മനോരമ മാക്സിലും സിംപ്ലി സൗത്തിലായിട്ട് പോകുന്നത് അവൈലബിൾ ആണ്. കാണുന്ന എക്സ്പ്ലെയിൻ നോക്കാനാണ്. അടുത്തൊരു ആക്ഷൻ ഭാഗത്തുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഗ്ലാഡിയേറ്റർ അണ്ടർഗ്രൗണ്ട് എന്നാണ് സിനിമ. ആമസോൺ പ്രൈം വഴി ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയായിട്ട് പോകുന്നതിൽ അവൈലബിൾ ആണ്. കാണുന്ന എക്സ്പ്ലെയിൻ നോക്കാനാണ്. അടുത്തൊരു മിസ്റ്ററി ഭാഗത്തുള്ള മലയാളം മൂവിയാണ് അങ്കാരകൻ എന്നാണ് സിനിമ. സൈന പ്ലേ വഴി പോകുന്നതിൽ അവൈലബിൾ ആണ്. കാണുന്ന എക്സ്പ്ലെയിൻ നോക്കാനാണ്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തുള്ള ഒരു തെലുങ്ക് മൂവിയാണ് ഡിയർ കേരള കുട്ടി എന്നാണ് സിനിമ. ET വിൻസ് വഴി പോകുന്നതിൽ അവൈലബിൾ ആണ്. കാണുന്ന എക്സ്പ്ലെയിൻ നോക്കാനാണ്. അടുത്ത് ഒരു ഹിന്ദി മൂവിയാണ് പ്രെറ്റി ലതൽ എന്നാണ് സിനിമ. ആമസോൺ പ്രൈം വഴി ഹിന്ദി ഭാഷ കൂടാതെ തെലുങ്ക്, തമിഴ്, ഇംഗ്ലീഷ് ഭാഷയായിട്ട് പോകുന്നതിൽ അവൈലബിൾ ആണ്. കാണുന്ന എക്സ്പ്ലെയിൻ നോക്കാനാണ്. അടുത്ത് ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ് അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡർ എന്നാണ് സീരീസിലെ രണ്ടാം സീസൺ നെറ്റ്ഫ്ലിക്സ് വഴി ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയായിട്ട് പോകുന്നതിൽ അവൈലബിൾ ആണ്. കാണുന്ന എക്സ്പ്ലെയിൻ നോക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസാകുന്ന സിനിമകളും സീരീസുകളായതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ ഭാഗത്തുള്ള തമിഴ് മൂവിയാണ് മൂന്നാം കണ്ണ് എന്നാണ് സിനിമ. സൺനെക്സ്റ്റ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസാക്കാൻ തന്നെ നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന വേഷം കൈകാര്യം ഒരു സൂപ്പർ ഹീറോ മൂവിയായിരുന്നു റിവോൾവർ റിംഗോ എന്നാണ് സിനിമ. സൺനെക്സ്റ്റ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസിറക്കാൻ തന്നെ നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തുള്ള ഒരു തമിഴ് തെലുങ്ക് സീരീസാണ് എന്നാണ് സീരീസിലെ മൂന്നാം സീസണിലെ 4ാമത്തെ എപ്പിസോഡ് ആഹാ വീഡിയോസ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തെലുങ്ക്, തമിഴ് ഭാഷയായിട്ട് റിലീസിറക്കാൻ തന്നെ നമുക്ക് വെയിറ്റ് ആം സീരീസിന് വേണ്ടി. അടുത്ത് ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ലിറ്റിൽ ബ്രദർ എന്നാണ് സിനിമ. നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയായിട്ട് റിലീസിറക്കാൻ തന്നെ നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത് ഒരു ഹിന്ദി സീരീസ് ആണ് ഏലിയൻസ് എന്നാണ് സീരീസ്. ആമസോൺ പ്രൈം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസിറക്കാൻ തന്നെ നമുക്ക് വെയിറ്റ് ആം സീരീസിന് വേണ്ടി. ഇറങ്ങുന്ന സമയത്ത് മൾട്ടിയോടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത് ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തുള്ളൊരു തമിഴ് സീരീസ് ആണ് ലിംഗം എന്നാണ് സീരീസ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്നത്തെ 12 മണിക്ക് ശേഷം തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ, മറാത്തി, ബംഗാളി ഭാഷയായിട്ട് റിലീസിറക്കാൻ നമുക്ക് വെയിറ്റ് ആം സീരീസിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്ന് ജൂൺ മാസം 25-ാം തീയതിയാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസാക്കുന്ന സിനിമകളും സീരീസുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ കൂടുതൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകളും സീരീസുകൾ നിങ്ങൾ കണ്ടു, ഏതൊക്കെ സിനിമകളും സീരീസാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമ്പോസ്റ്റ് വഴി ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക, നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.